2025 ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ലവ്, കമ്മിറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആക്ച്വലി അവർ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലാക്കുക. ഒരു വർഷം യൂസ് ചെയ്തിട്ട് പോട്ടെ. നമുക്ക് എന്താ പറയാൻ പറ്റും? നമുക്കിപ്പോൾ ആൾക്കാരുടെ ഇമോഷൻസ്, ഫീലിങ്സ്, കമ്മിറ്റ്മെന്റ്, ലോയൽറ്റി ഒന്നും ഒരു മീറ്റർ വെച്ച് അളക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ചെയ്യാനുള്ള ചെയ്തിട്ട് പോട്ടെ. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. നമ്മൾ പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്കത് ഏക്കത്തില്ല എന്ന് വൃത്തിയാ പഠിച്ച ഒരു വർഷം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 രസമാണ്. കുറെ ആൾക്കാരെ പഠിച്ചില്ലേ, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ, കുറെ തെറ്റുപറ്റിയില്ലേ, കുറെ അച്ചീവ് ചെയ്തില്ലേ, കുറെ ശരികൾ ചെയ്തില്ലേ. ശരികൾ എന്താണോ അത് തന്നെ കണ്ടു ചെയ്തുകൊണ്ടിരിക്കുക. അച്ചീവ് ചെയ്ത് എന്താണോ ഇനി എന്താണ് അച്ചീവ് ചെയ്യാനുള്ളത് അത് അച്ചീവ് ചെയ്യുക. തെറ്റ് പറ്റിയതെല്ലാം മനസ്സിലാക്കി അത് തിരുത്തുക. നമുക്ക് ദോഷം എന്ന് തോന്നുന്ന ആൾക്കാർ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന മാത്രം ലൈഫിൽ കൂടെ നിർത്തുക. ഒരിക്കലും കഴിഞ്ഞുപോയ 2025 റെപ്യൂട്ടേഷൻ ആയിരിക്കരുത് 2026. ഈ ഒരു ചെറിയ അഡ്വൈസ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. വേണ്ടതെന്താണോ അത് കൂടെ നിർത്തുക. കൂടെ നിൽക്കുന്നവരാരാണോ അവരെ കൂടെ നിർത്തുക. ബാക്കിയെല്ലാം തട്ടിക്കളഞ്ഞേക്ക്. സമാധാനം കിട്ടാത്ത ഒന്നിനെ എടുത്ത് തലവെക്കരുത്. സമാധാനം തരാത്ത ഒന്നിനെയും എടുത്ത് കൂടെ തരുത്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണോ അത് മാത്രം നോക്കുക. ആൻഡ് ഏറ്റവും കൂടുതലൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ആർക്കും ശല്യമായി മാറാതിരിക്കുക. ഇത് റീസെന്റ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ 2025 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടോട്ടലായിട്ട് ഔട്ട്കം ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് വാസ് നോട്ട് എ ബാഡ് ഇയർ. ഇറ്റ് വാസ് എ ഗുഡ് ഇയർ ഫോർ മീ ടിൽ ഒക്ടോബർ. ഒരുപാട് മൊമെന്റ്സ്, ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് എക്സ്പ്ലോറിങ്, ഒരുപാട് റിയാലിറ്റി, അതിനുശേഷം റിയാലിറ്റി അക്സെപ്റ്റൻസ്, ഇൻസൾട്ട്, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഇൻസൾട്ടുകൾ അല്ലെങ്കിൽ ഡൗൺഫോൾ അനുഭവിച്ചൊരു വർഷം. 3 മാസം കുളമായി പോയെന്ന് എഴുതി നമുക്ക് ബാക്കി ഒരു 9 മാസത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ആൻഡ് ഇനി 2026 കുറിച്ച് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 കിട്ടിയതൊന്നും തന്നെ ആവർത്തിക്കാതിരിക്കുക. ഇത് തന്നെയാണ് 2026 മെയിൻ പ്ലാൻ. അത് തന്നെയാണ് മെയിൻ റെസൊല്യൂഷൻ. ആൻഡ് ഒരുപാട് ഇനി നീങ്ങി പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള റിയലൈസേഷൻ. ആ പ്ലാൻസ് എല്ലാം അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് തന്നെ ഒരു ടാർഗറ്റ് ഒന്നും വെക്കുന്നില്ല, ചെയ്യുക. ടൈം ആകുമ്പോൾ കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ളൊരു മൈൻഡിൽ 2026 അങ്ങോട്ട് കാലെടുത്ത് വെച്ചേക്കുവാണ്. എവിടെ എത്തുമെന്ന് നോക്കാം, എന്താവും നോക്കാം. നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കമന്റ് ഇടുക. 2026 എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമന്റ് ഇടുക.